നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റായിട്ടുള്ള നേച്ചേഴ്സ് പ്ലെൻറ്റിയിലെ ആദ്യത്തെ 2 കഥകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയുന്ന ഒരു കഥയും അതുപോലെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന മറ്റൊരു ഷോർട്ട് സ്റ്റോറിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ യൂണിറ്റിൽ ബാക്കിയായിട്ടുള്ളത് ദ എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന കവിതയാണ്. നമുക്കറിയാം, ഈ യൂണിറ്റിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത് നേച്ചറാണ്, പ്രകൃതിയാണ്. അടിസ്ഥാനപരമായിട്ടും പ്രകൃതിയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു യൂണിറ്റാണ് ഇതെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പ്രകൃതിയും മനുഷ്യജീവിതവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഒരു കവിതയാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കവിതയുടെ പേരാണ് ദ എക്കോയിങ് ഗ്രീൻ. സോ പ്രകൃതി എത്ര വലിയ ദാതാവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന പ്രകൃതിയുടെ മക്കളായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എത്ര വലിയ ദാതാവാണ്, എത്രത്തോളം നൽകുന്നവളാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കവിതയാണ് എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന കവിത. അതുപോലെ തന്നെ മനുഷ്യജീവിതവും പ്രകൃതിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കവിതയും കൂടിയാണ് ദ എക്കോയിങ് ഗ്രീൻ. സോ കവിതയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കവിതയുടെ ഓഥറായിട്ടുള്ള വില്യം ബ്ലേക്കിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. സോ ദിസ് പോയം ഈസ് റിട്ടൺ ബൈ വില്യം ബ്ലേക്ക്, ആൻ ഇംഗ്ലീഷ് പോയറ്റ്. സോ സംതിങ് അബൌട്ട് വില്യം ബ്ലേക്ക്. വില്യം ബ്ലേക്ക് ഈസ് എൻ ഇംഗ്ലീഷ് പോയറ്റ് ആൻഡ് പെയിൻറ്റർ. ഒരു ഇംഗ്ലീഷുകാരനായ പോയറ്റും പെയിൻറ്ററുമാണ് നമ്മുടെ വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കവി മാത്രമല്ല, ഒരു ചിത്രകാരൻ കൂടിയാണ്. His works include Songs of Innocence and Songs of Experience. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 സമാഹാരങ്ങളാണ് സോങ്സ് ഓഫ് ഇന്നസെൻസും അതുപോലെ സോങ്സ് ഓഫ് എക്സ്പീരിയൻസും എന്ന് പറയുന്ന 2 സമാഹാരങ്ങൾ. ദ പോയം ദ എക്കോയിങ് ഗ്രീൻ അപ്പിയേഴ്സ് ഇൻ ഹിസ് സോങ്സ് ഓഫ് ഇന്നസെൻസ്. അദ്ദേഹത്തിൻ്റെ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന കവിത. അപ്പോൾ ഇത്രയുമാണ് വില്യം ബ്ലേക്കിനെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് തന്നിരിക്കുന്നത്. സോ സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ദ എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന പോയത്തിലേക്ക് നമുക്ക് കടക്കാം. ദ എക്കോയിങ് ഗ്രീൻ. വാട്ട് യു മീൻ ബൈ എക്കോയിങ്? എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നമുക്കറിയാം, പ്രതിധ്വനി, അതായത് ശബ്ദം തിരിച്ച് പ്രതിഫലിക്കുന്നതിനെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്കോയിങ് എന്ന് പറയുന്നത്. സാധാരണ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എക്കോ എന്നുള്ള വാക്ക് നമ്മൾ അധികമായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ച് കാണുന്നത്. എക്കോ ചെയ്യുക മീൻസ് പ്രതിധ്വനിക്കുക. അതുപോലെ എന്താണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ? ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു നിറത്തിൻ്റെ പേരാണ്, പച്ച എന്നുള്ള നിറം. പക്ഷേ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിനെ എന്തുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത്? ഹരിതാഭവുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ബന്ധപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ പച്ചപ്പുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത് എന്ന് ഈ യൂണിറ്റിലുടനീളം നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ദ എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന ആ ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിധ്വനിക്കുന്ന പച്ചപ്പ്. അപ്പോൾ പ്രതിധ്വനിക്കുന്ന പച്ചപ്പ്, സാധാരണ ശബ്ദങ്ങളാണ് പ്രതിധ്വനിക്കാറുള്ളത്, ഒരിക്കലും കാഴ്ചകൾ, പച്ചപ്പ് പോലുള്ള കാഴ്ചകൾ എന്ത് ചെയ്യാറില്ല, പ്രതിധ്വനിക്കാറില്ല. അപ്പോൾ ഇവിടെ എക്കോയിങ്ങിൻ്റെ മീനിങ് റെപ്പറ്റീഷൻ, ആവർത്തനം അല്ലെങ്കിൽ പ്രതിഫലനം എന്നുള്ളൊരു തലത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രതിധ്വനിക്കുന്ന പച്ചപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആവർത്തിക്കപ്പെടുന്ന പച്ചപ്പ് എന്നുള്ള ഒരർത്ഥത്തിൽ എന്ത് ചെയ്യും, നമുക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എക്കോയിങ് എന്ന് പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ, ഈ പോയത്തിലുടനീളം കേൾക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ആവർത്തനം എന്നുള്ള ഒരു വാക്കുകൂടി ഉണ്ടാവണം, റെപ്പറ്റീഷൻ എന്ന് പറയുന്നൊരു വാക്കുകൂടി ഉണ്ടാവണം. സോ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. കവിതയെ 3 സ്റ്റാൻസകളാക്കിയാണ് തിരിച്ചിരിക്കുന്നത്. 3 സ്റ്റാൻസകളിലൂടെ പ്രകൃതിയുടെ മനോഹരമായ ചിത്രം വരച്ച് കാണിക്കുകയും മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെ വരച്ച് കാണിക്കുകയുമാണ് ശരിക്കും പറഞ്ഞാൽ വില്യം ബ്ലേക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound, while our sports shall be seen on the echoing green. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ, കളിപ്രായത്തിലുള്ള ഒരു കൊച്ചുകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കവിത തുടങ്ങുന്നത്. ദ സൺ ഡസ് അറൈസ്. സൂര്യൻ അതാ ഉദിച്ചുയരുകയാണ്.
ഇപ്പോൾ പ്രഭാതം എന്ന് പറയുന്ന സമയത്തെയാണ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. സൂര്യൻ സാധാരണ രാവിലെയാണല്ലോ, പ്രഭാതത്തിലാണല്ലോ ഉദിച്ചുയരാറുള്ളത്. ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്, അത് ദിഗന്ധങ്ങളെ പ്രശോഭിതമാക്കി മാറ്റുന്നു. എന്താണ് ദിഗന്ധങ്ങളെന്ന് പറഞ്ഞാൽ? ദിക്കുകൾ അല്ലേ, അല്ലെങ്കിൽ ആകാശത്തെ. സ്കൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൈക്ക് ആകാശം എന്നൊരർത്ഥമുണ്ട്, അതുപോലെ സ്കൈസ് എന്ന് പറയുമ്പോൾ ദിക്കുകൾ എന്നൊരർത്ഥം കൂടി കൈവരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആകാശത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അത് ദിഗന്ധങ്ങളെ, അതായത് ദിക്കുകളെയൊക്കെ എന്താക്കി മാറ്റുന്നു? സന്തോഷപൂരിതമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ പ്രശോഭിതമാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് പ്രഭാത സമയത്ത്, പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത്. The sun does arise and make happy the skies. The merry bells ring. അങ്ങനെ ഇരിക്കുന്ന ആ പ്രഭാതത്തിൽ ദ മെറി ബെൽസ് റിങ്, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ മണിനാദം എവിടെ നിന്നോ കേൾക്കാൻ ഇടയാവുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ ദൂരത്തുള്ള ഏതെങ്കിലും പള്ളിയിൽ നിന്നോ മുഴങ്ങി വരുന്ന മണിയൊച്ചയായിരിക്കാം അത്. ദ മെറി ബെൽസ് റിങ് ടു വെൽക്കം ദ സ്പ്രിങ്. അപ്പോൾ നമ്മുടെ ഓഥർ പറയുകയാണ് ദ മെറി ബെൽസ് റിങ് ടു വെൽക്കം ദ സ്പ്രിങ്. ആ മെറി ബെൽസ്, അതായത് സന്തോഷത്തിൻ്റെ ആ മണിനാദം മുഴങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ടു വെൽക്കം ദ സ്പ്രിങ്, അതായത് സ്പ്രിങ്ങിന് അഥവാ വസന്തകാലത്തിന് സ്വാഗതം ഓതിക്കൊണ്ടാണ് ആ മണിനാദങ്ങൾ എന്ത് ചെയ്യുന്നത്? മുഴങ്ങുന്നത്. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ്, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് സിങ് ലൗഡർ അറൗണ്ട് ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട്. ഇനി ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച മറ്റൊന്നാണ്. ഈ പ്രഭാതത്തിൽ, പ്രഭാതം പൊട്ടിവിടരുന്ന ആ സമയത്ത് ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ്. സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാനമ്പാടിയെയാണ് സ്കൈലാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ത്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കുയിലിനെ പോലെ പാടാൻ കഴിവുള്ള ഒരുതരം പക്ഷിയാണ് ത്രഷ് നദി എന്ന് പറയുന്നത്. അപ്പോൾ സ്കൈലാർക്കും ത്രഷും രണ്ട് ഇനം പക്ഷികളാണ്. ഈ സ്കൈലാർക്കിനെയും ത്രഷിനെയും നമുക്ക് എവിടെ കാണാൻ കഴിയാമെന്നറിയാമോ? ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, അവരെ ബുഷിലാണ് കാണാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഈ കുറ്റിച്ചെടിയിൽ ചുറ്റിപ്പറ്റി പറക്കുന്ന തരത്തിലാണ് ഈ കിളികളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? കാണാനായിട്ട് സാധിക്കുക. സിങ് ലൗഡർ എറൗണ്ട്, ആ കിളികൾ വെറുതെ നിൽക്കുകയില്ല, സിങ് ലൗഡർ, ഉച്ചത്തിൽ പാടുന്നുണ്ട്. എറൗണ്ട്, ഇങ്ങനെ ചുറ്റും നിന്ന് ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാടുന്നുണ്ട്. എന്തിനേക്കാൾ ഉച്ചത്തിൽ പാടുന്നുണ്ട്? ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട്. നേരത്തെ കേട്ട ആ മണിനാദം ഉണ്ടല്ലോ, വസന്തകാലത്തിന് സ്വാഗതമോദിക്കൊണ്ട് മുഴങ്ങിയ ആ മണിനാദത്തെക്കാൾ ഉച്ചത്തിൽ ആര് പാടുകയാണ്? സ്കൈലാർക്കും ത്രഷും എന്ത് ചെയ്യുകയാണ്? പാടുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും. വൈൽ, ഈ സമയത്താണ് അവർ സ്പോട്ട്സ് ഷാൽ ബി സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ. ദേ, ആ പച്ചപ്പിൽ, ഓൺ ദ എക്കോയിങ് ഗ്രീൻ, ആ പ്രതിധ്വനിക്കുന്ന പച്ചപ്പിൽ, വൈൽ അവർ സ്പോട്ട്സ് ഷാൽ ബി സീൻ, നമ്മുടെ സ്പോട്ട്സ്, അതായത് നമ്മുടെ കായികം എന്ത് ചെയ്യാൻ സാധിക്കുക? കാണാനായിട്ട് സാധിക്കുക. ഇങ്ങനെ പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത്, മണിനാദം കേൾക്കുന്ന സമയത്ത്, മണിമുഴക്കത്തേക്കാൾ ഉച്ചത്തിൽ ആര്? സ്കൈലാർക്കും ത്രഷും പാടുന്ന സമയത്താണ് ഞങ്ങൾ കുട്ടികൾ ആ പച്ചപ്പിൽ എന്ത് ചെയ്യാറുള്ളത്? കളിക്കാറുള്ളത് എന്നാര് പറയുകയാണ്? നമ്മുടെ നരേറ്റർ പറയുകയാണ്. സോ ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് പ്രഭാതത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ്. പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കാഴ്ചകളെയും മനോഹരമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളെയും അതുപോലെ ആ പ്രഭാതത്തിൽ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ഒക്കെ കുറിച്ചാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ എന്ത് ചെയ്ത് പറഞ്ഞത്. ആകെ മൊത്തം സന്തോഷഭരിതമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ എന്ത് ചെയ്തത്? ചർച്ച ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് പോകാം. ആ പച്ചപ്പിൽ, ആ പ്രകൃതിയിൽ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് അവേ കെയർ സിറ്റിംഗ് അണ്ടർ ദി ഓക്ക് among the old folk. They laugh at our play and soon they all say, such were the joys when we all, girls and boys in our youth time, were seen on the echoing green. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ, വെള്ള തലമുടിയുമായിട്ടിരിക്കുന്ന ഓൾഡ് ജോൺ, വയസ്സനായിട്ടുള്ള ജോൺ. അപ്പോൾ അവിടെ ഒരു കഥാപാത്രം കടന്നു വരികയാണ്. വയസ്സനായിട്ടുള്ള ജോൺ, വെറുതെയുള്ള വയസ്സനായിട്ടുള്ള ജോണല്ല, തലമുടിയൊക്കെ നരച്ച് നല്ല വെള്ള തലയുമായിട്ട്, പഞ്ഞിക്കെട്ട് പോലുള്ള തലയുമായിട്ടിരിക്കുന്ന ഓൾഡ് ജോൺ, വയസ്സനായ ജോൺ. വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലാഫ് അവേ കെയർ, അദ്ദേഹം ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? ചിരിക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ പുഞ്ചിരി തൂവുകയാണ്. സിറ്റിംഗ് അണ്ടർ ദി ഓക്ക്, എവിടെ ഇരിക്കുകയാണ് അദ്ദേഹം? ഓക്കുമരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചിരിക്കുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, എമംഗ് ദി ഓൾഡ് ഫോക്ക്, അദ്ദേഹത്തോടൊപ്പം ഒരു ഓൾഡ് ഫോക്ക് ഉണ്ട്, അതായത് ഒരു വൃദ്ധന്മാരുടെ എന്തുണ്ട്? കൂട്ടമുണ്ട്. ഫോക്ക് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം എന്നാണ് അർത്ഥം. ഓൾഡ് ഫോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധജനങ്ങളുടെ കൂട്ടം, അതായത് വയോജനങ്ങളുടെ എന്തുണ്ട്? ഒരു കൂട്ടമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്ന കളിയെല്ലാം കണ്ടുകൊണ്ട് ഓക്കുമരത്തിന് കീഴിലായിട്ട് ഒരു വയോജന കൂട്ടം ഇരിക്കുന്നുണ്ട്.
വൃദ്ധരുടെ ഒരു കൂട്ടം ഇരിക്കുന്നുണ്ട്, കുട്ടികളുടെയൊക്കെ കളിയെല്ലാം എന്ത് ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട്. എന്നിട്ട് ആ കുട്ടികളുടെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന വയോജന കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഓൾഡ് ജോൺ, അതായത് ജോൺ എന്ന് പറയുന്ന അപ്പൂപ്പൻ എന്ത് ചെയ്യുകയാണ്, ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കുന്ന ഒരു കാഴ്ചയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദേ ലാഫ് അറ്റ് അവർ പ്ലേ, ഞങ്ങളുടെ കളികൾ കണ്ട് അവരെന്ത് ചെയ്യുകയാണ്, സന്തോഷഭരിതരാവുകയാണ്, അവർ ചിരിക്കുകയാണ്, ആ ഓൾഡ് ഫോക്കിലുള്ള ഓരോ മെമ്പറും. ആൻഡ് സൂൺ ദേ ഓൾ സേ, എന്നിട്ട് അവരിങ്ങനെ പറയും, സൂൺ ദേ ഓൾ സേ, അവർ പറയുന്ന കാര്യമാണ് ഇനി ഇൻവേർട്ടഡ് കോമേഴ്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. സച്ച് വെയർ ദ ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്, സച്ച് വെയർ ദ ജോയ്സ്. ഈ കുട്ടികളെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, ഇവർ ഈ കളിക്കുന്ന ഈ കളികളുണ്ടല്ലോ, ഇത് തന്നെയായിരുന്നു വെയർ ദ ജോയ്സ്, നമ്മുടെയും സന്തോഷം. എപ്പോൾ? വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്, ഞങ്ങൾ ഗേൾസും ബോയ്സും ആയിരുന്ന സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ വൃദ്ധനുമൊക്കെ ആയിട്ട് എന്ത് ചെയ്തു മാറി. പക്ഷേ ഞങ്ങൾക്കും ഒരു യുവത്വം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഗേൾസും ബോയ്സും ഒക്കെ ആയിരുന്ന സമയത്ത്, ഇൻ അവർ യൂത്ത് ടൈം, ഞങ്ങളുടെ യുവ കാലഘട്ടത്തിൽ, ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത്, വേർ സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ, ഈ എക്കോയിങ് ഗ്രീനിൽ ഞങ്ങൾ ഇതുപോലെ വന്നതെന്ന് എന്ത് ചെയ്യുമായിരുന്നു, കളിക്കുമായിരുന്നു. സച്ച് വേർ ദ ജോയ്സ്, ഇവർ ഇന്ന് ഈ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു അന്ന് ഞങ്ങളുടെയും സന്തോഷമായിരുന്ന കാര്യങ്ങൾ. അതായത് അന്ന് ഞങ്ങളും ചെയ്തിരുന്ന, അല്ലെങ്കിൽ അന്ന് ഞങ്ങളും സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളെന്ന് ആര് പറയുകയാണ്, നമ്മുടെ ആ ഓൾഡ് ഫോക്ക് എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു റെപ്പറ്റീഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു യങ് ജനറേഷനെ നമുക്കവിടെ കാണാൻ സാധിക്കും, ഒരു യുവതലമുറയെ കാണാൻ നമുക്ക് സാധിക്കും, അതുപോലെ തന്നെ ഒരു വയോ തലമുറയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു വൃദ്ധ തലമുറയെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വൃദ്ധന്മാരുടെ തലമുറ ഇരുന്ന് പറയുകയാണ്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങളും ഇവിടെ വന്ന് ഇതേപോലുള്ള കളികളൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കളിക്കാറുണ്ടായിരുന്നു. അതേ വസ്തു ഇപ്പോൾ ഈ കുട്ടികളിലൂടെ പ്രതിധ്വനിച്ച് കാണുകയാണ് ചെയ്യുന്നത്, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഈ വയോജന കൂട്ടം പറയുന്ന ആ വാക്കിനെ നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിലുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് നോക്കിയേ. ദ എക്കോയിങ് ഗ്രീൻ അല്ലേ, പ്രതിധ്വനിക്കുന്ന പച്ചപ്പ്, അതായത് ആവർത്തിക്കുന്ന പച്ചപ്പ്. നോക്കൂ, ഈ വയോജനങ്ങളുടെ ജീവിതം, കഴിഞ്ഞുപോയ ജീവിതം, അവരുടെ കുട്ടിക്കാലം ശരിക്കും ഇപ്പോഴുള്ള കുട്ടികളിലൂടെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആവർത്തിച്ച് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് രണ്ടാമത്തെ സ്റ്റാൻസയിലൂടെ നമ്മുടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റാൻസയാണ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ ആ വൈകുന്നേരത്തെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സൂര്യനൊക്കെ അസ്തമിക്കുന്ന ആ ഒരു സമയത്തെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. Till the little ones are weary, no more can be merry, the sun does descend and our sports have an end. Round the laps of their mother, many sisters and brothers, like birds in their nest, are ready for rest, and sports no more seen on the darkening green. Till the little ones are weary. Weary means ക്ഷീണിതരാവുക. അങ്ങനെ കുറേ നേരമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ ലിറ്റിൽ വൺസ്, അതായത് കൊച്ചു കൂട്ടുകാരെന്ത് ചെയ്യും, ക്ഷീണിക്കും. അങ്ങനെ ക്ഷീണിച്ചു കഴിഞ്ഞാൽ നോ മോർ ക്യാൻ ബി മെറി. മെറി മീൻസ് സന്തോഷം. പിന്നെ അവിടെ സന്തോഷം, ആനന്ദം ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ കൊച്ചു കൂട്ടുകാരൊക്കെ തളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അവർ കളിക്കാൻ നിൽക്കില്ല, കളി മതിയാക്കും. അപ്പോൾ ദ സൺ ഡസ് ഡിസെൻഡ്, സൂര്യൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, അസ്തമിച്ചിട്ടുണ്ടാകും. ദ സൺ ഡസ് ഡിസെൻഡ്, സൂര്യൻ അത് ഡിസെൻഡ് ചെയ്യുകയാണ്, മീൻസ് താഴേക്ക് ഇറങ്ങി പോവുകയാണ്, അസ്തമിക്കുകയാണ്, വൈകുന്നേരമായി, സന്ധ്യയായി. ആൻഡ് അവർ സ്പോർട്സ് ഹാവ് ആൻ എൻഡ്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പോർട്സിന് അവിടെ സ്ഥാനമില്ല, കായിക വിനോദങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയാണ് അല്ലേ. ഇനി നാളെ രാവിലെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, വരാനായിട്ട് കഴിയും. അപ്പോൾ സ്പോർട്സ് ഹാവ് ആൻ എൻഡ്, കളികളെല്ലാം അവിടെ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ കൊച്ചു കൂട്ടുകാർ, അവർ വീട്ടിലേക്ക് പോകും. റൗണ്ട് ദി ലാപ്സ് ഓഫ് ദിയർ മദർ, അവരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ മടിത്തട്ടിൽ മെനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഒരുപാട് കൊച്ചു കൂട്ടുകാരല്ലേ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, സഹോദരങ്ങളും സഹോദരിമാരും, ലൈക്ക് ബേർഡ്സ് ഇൻ ദെയർ നെസ്റ്റ്, കിളികൾ കൂട്ടിലെന്ന പോലെ എന്ത് ചെയ്യും, ആർ റെഡി ഫോർ റെസ്റ്റ്, വന്ന് എന്ത് ചെയ്യും, റെസ്റ്റ് ചെയ്യും. അതായത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എക്കോയിങ് ഗ്രീനിൽ ഈ കൂട്ടുകാരും എന്ത് ചെയ്യില്ല, കാണില്ല. അവരെല്ലാവരും ആരുടെ മടിത്തട്ടിലായിരിക്കും, അമ്മയുടെ മടിത്തട്ടിലോ അല്ലെങ്കിൽ അമ്മമാരുടെ മടിത്തട്ടിൽ വന്ന് എന്ത് ചെയ്യും, തല ചായച്ചിട്ടുണ്ടാകും. ആൻഡ് സ്പോർട്സ് നോ മോർ സീൻ, പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് കാണില്ല, കായിക വിനോദങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കില്ല, ഒരു സ്പോർട്സും ഒരു കളികളും കാണാൻ സാധിക്കില്ല, ഒരു മെറിയും അവിടെ ഉണ്ടാവില്ല. ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ, അവസാനം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ. ആ ഡാർക്കനിങ് ആയിട്ടുള്ള മീൻസ് ഇരുട്ട് വീണുകൊണ്ടിരിക്കുന്ന ആ പച്ചപ്പിൽ. കാര്യം ഇരുട്ട് വീഴാനുള്ള കാരണം എന്താണ്, സൂര്യൻ എന്ത് ചെയ്യുകയാണ്, അസ്തമിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. പിന്നെ ആ ഇരുട്ട് വീണ പച്ചപ്പിൽ എന്തുണ്ടാവില്ല, കളികളുണ്ടാവില്ല, സന്തോഷം ഉണ്ടാകില്ല.
അപ്പോൾ ഇത്രയുമാണ് ഈ കവിതയുടെ മീനിങ് എന്ന് പറയുന്നത്. 3 സ്റ്റാൻസകളിലായാണ് ഈ കവിത ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റാൻസയിൽ പ്രഭാതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അവിടെ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് എന്ത് ചെയ്യുകയാണ്, വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു അഭിപ്രായങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ വൈകുന്നേരത്തെ സന്ധ്യയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഈ 3 സ്റ്റാൻസയും കവിതയുടെ 3 സ്റ്റാൻസയും മനുഷ്യൻ്റെ ജീവിതവും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ഈ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്ന ഗ്രീനും എക്കോയിങ് ഗ്രീനും അതുപോലെ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറയുന്ന ആ 3 പ്രയോഗങ്ങളും തമ്മിലും മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് എന്ത് ചെയ്ത് കിടക്കുന്നു, ബന്ധപ്പെട്ട് കിടക്കുന്നു. അവിടെ 2 തരത്തിലുള്ള ജനറേഷനിലുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് യങ് ജനറേഷനും മറ്റൊന്ന് ഓൾഡ് ജനറേഷനും, ഓൾഡ് ഫോക്കും. അതായത് കുട്ടികളും ഉണ്ട്, വയോവൃദ്ധരും ഉണ്ട്. വയോവൃദ്ധർ കുട്ടികളുടെ കളി എന്ത് ചെയ്യുകയാണ്, കാണുകയാണ്. ആ ഗ്രീനിൽ അവർ കുട്ടികളുടെ കളി എന്ത് ചെയ്യുകയാണ്, കാണുകയാണ്. എന്നിട്ട് അവരതിനെ എക്കോയിങ് എന്നാണ് പറയുന്നത്, പ്രതിധ്വനിക്കുന്നത് എന്നാണ് പറയുന്നത്, ആവർത്തിക്കപ്പെടുന്നത്. അതായത് ഈ വൃദ്ധരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ബാല്യകാലത്തിൻ്റെ ഒരു തനി ആവർത്തനമായിട്ടാണ് ആര് പറയുന്നത്, വൃദ്ധരെന്ത് ചെയ്യുന്നത് പറയുന്നത്. കവിത അവസാനിക്കുന്നത് ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇരുട്ട് വീഴുന്ന പച്ചപ്പെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി ആ വൃദ്ധരുടെ ജീവിതവുമായിട്ട് ആ ഇരുട്ട് വീഴുന്ന പച്ചപ്പിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അവരുടെ ജീവിതമൊക്കെ ഏകദേശം എന്ത് ചെയ്യാറായിരിക്കുന്നു, തീരാറായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അവരുടെ സന്തോഷങ്ങളൊന്നും ഇനി എന്ത് ചെയ്യില്ല, കാണില്ല എന്നൊരർത്ഥം കൂടി നമുക്ക് ആ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാം എന്നുള്ളതാണ് വാസ്തവം. ഡാർക്കനിങ് ഗ്രീൻ അതായത് ഇരുട്ട് വീണുകൊണ്ടേയിരിക്കുന്നു. ആരുടെ ജീവിതത്തിൽ, ആ വയോവൃദ്ധരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇരുട്ട് വീണുകൊണ്ടേയിരിക്കുന്നു. അതായത് അവരുടെ നല്ല കാലങ്ങളെല്ലാം എന്ത് ചെയ്തു, കഴിഞ്ഞു പോയിരിക്കുന്നു. ബാല്യകാലം ഗ്രീൻ ആയിട്ടുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ആ ഡാർക്കനിങ് ഗ്രീനായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, മാറിയിരിക്കുകയാണ് എന്നുള്ളൊരർത്ഥം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ വരിയുണ്ടല്ലോ, അറൗണ്ട് ദ ലാപ്സ് ഓഫ് ദെയർ മദർ മെനി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ലൈക്ക് ബേർഡ്സ് ഇൻ ദെയർ നെസ്റ്റ് ആർ റെഡി ഫോർ റെസ്റ്റ്. അതായത് അമ്മയാകുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ അവരെന്ത് ചെയ്യുകയാണ്, റെസ്റ്റ് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു പ്രയോഗം കൂടി അവിടെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് എല്ലാം കഴിഞ്ഞ് അവരെന്ത് ചെയ്യുകയാണ്, വീട്ടിലേക്ക് പോയിട്ട് അമ്മമാരുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ കിടന്ന് റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ എടുക്കാം. എന്നാൽ ആ വൃദ്ധജനങ്ങളുടെ ആ ഒരു വീക്ഷണകോണിൽ നിന്നാണ് നോക്കുന്നത് എങ്കിൽ പ്രകൃതിയാകുന്ന അമ്മയുടെ മടിത്തട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ വേണ്ടി അവരെന്ത് ചെയ്യുകയാണ്, കാത്തിരിക്കുകയാണ്. അതായത് അവർ മരണത്തെയും കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു ആന്തരിക അർത്ഥം കൂടി ആ വരികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ വരികളിൽ അങ്ങനെ ഒരു ധ്വനി കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദ എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന കവിത പ്രകൃതിയെക്കുറിച്ചുള്ള കവിതയാണ്, അതിലുപരി മനുഷ്യനെക്കുറിച്ചുള്ള കവിതയാണ്, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കവിതയാണ്. പ്രകൃതിയും മനുഷ്യ ജീവിതവും എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കവിതയാണ്. എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്ന ഈ കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.